ഹലോ മുത്തുമണികളെ. ഇന്ന് ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് കണ്ടു. ഇത് ശരിക്കും ഒരു ഉം, ശത്രുത എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. എനിക്ക് അവരോടൊന്നും യാതൊരു തരത്തിലുള്ള ശത്രുതയും ഇല്ല. പക്ഷേ അനാവശ്യമായി ഞാൻ സംസാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് എന്നെ വലിച്ചിഴയ്ക്കുന്നതിന് പകരം എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വലിച്ചിഴച്ചപ്പോഴുള്ള കുറെ അധികം നീരസങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായി പറയണം എന്നുള്ളതാണല്ലോ. അപ്പോ ഇതില് വളരെ ജനുവിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇത് അവരുടെ ലൈഫിൽ അവർ നല്ല രീതിയിൽ എടുത്താൽ അവർക്ക് കൊള്ളാം, അത് ചീത്ത രീതിയിൽ എടുത്താലും അവർക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ മക്കള് ഒരു തെറ്റ് ചെയ്താൽ നമ്മളാണ് അതിനെ നേരെയാക്കേണ്ടത്, അല്ലെ? നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം മക്കൾ ഒരു തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മോളെ, നീ ആ ചെയ്യുന്നത് തെറ്റാണ്, ഈ ഒരു രീതിയിലല്ല, മറ്റൊരു രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗഹൃദങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മ ഇപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഏക വ്യക്തിയല്ല, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന പ്രവർത്തികൾ സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികം. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരാൾക്ക് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അധികാരം കുറവാണെങ്കിലും ഒരു വ്യക്തി അവരുടെ പേഴ്സണൽ ലൈഫ് പബ്ലിക്കിൽ കൊണ്ടുവരുമ്പോൾ പബ്ലിക്കായിട്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. അതിനുള്ള റൈറ്റ് നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്തായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ ആരെക്കുറിച്ചായിരിക്കും പറയുന്നത് എന്ന്. ഇവരുടെ പേരോ മറ്റൊന്നും ഞാൻ പരാമർശിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം മറ്റുള്ളവരുടെ ലൈഫിലും ഇപ്പൊ പലരും പല കോപ്രായങ്ങളും കാണിച്ചിട്ട് ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാതൃകയാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് കോപ്രായം കാണിക്കുന്നത് പോലെ അല്ല. നമ്മൾ ജെന്യുവിനായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിന്റെ നിഷ്പക്ഷത കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. ഇപ്പോ നജില ഷാൻ എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു 2-3 ലൈവുകൾ തുടരെ 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 ഇട്ടിട്ടുണ്ട്. അതില് അവരുടെ വ്യക്തിപരമായ ജീവിതം, നമ്മളെ ഇന്ത്യയിൽ വിവാഹം കഴിച്ചും കഴിക്കാതെയും ഒക്കെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. പിന്നെ മതപരമായിട്ടാണ് ഈ നിക്കാഹ്, കല്യാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ വാല്യൂ നൽകുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്തിന് ഇത്തരത്തിൽ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഒരുപാട് വിഷമതകളുണ്ട്. അതിനെയൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെയാണ് വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് വലിയ ഭയങ്കര വിലയായിട്ട് വന്നതൊക്കെ ഈ അടുത്തായിട്ടായിരിക്കാനാണ് സാധ്യത. അതിനും മുമ്പ് മനുഷ്യര് ജീവിച്ചിരുന്നിട്ടുണ്ട്, അവര് കുട്ടികളെ സമ്പാദിച്ചിട്ടുണ്ട്, അവര് വൈവാഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ അവര് സ്വന്തം ഇണകളെ കണ്ടെത്തിയിട്ടുണ്ട്, ഇണകളിൽ നിന്നും അവരൊക്കെ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ലൈഫിൽ മതപരമായിട്ട് ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ, മതം പറഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ മതം പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികം നമുക്ക് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒരു രീതിയിൽ എന്റെ കുഞ്ഞിനെ ഒരു വ്യക്തി അവിഹിത സന്തതി അല്ലേ, അവിഹിത സന്തതി മീൻസ് അവരുദ്ദേശിക്കുന്നത് മറ്റൊരു തരത്തിലാണ്, പക്ഷെ അല്ലേ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് അവന്റെ ഉമ്മയാണ് ഞാൻ, അവനെ പ്രസവിച്ച സ്ത്രീ എന്നുള്ള നിലയിൽ അവന് വേണ്ടി സംസാരിക്കാൻ ഈ ലോകത്ത് ഒരു കൊറോണയും അല്ല അധികാരപ്പെട്ടിട്ടുള്ളത്, ഞാൻ എന്ന വ്യക്തിയാണ്. അപ്പൊ അവന് വേണ്ടി ഒരു ന്യായം വിധിക്കാൻ അല്ലെങ്കിൽ അവന് വേണ്ടി സംസാരിക്കാൻ ഈ ലോകത്ത് ഏറ്റവും അധികാരപ്പെട്ട വ്യക്തി ഞാനായത് കൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി പോരാടിയിട്ടുണ്ട്.
മതപരമായി എന്നെ ആക്ഷേപിച്ച ഒരാളുടെ മുന്നിൽ ഞാൻ എൻ്റെ ജയം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത് തന്നെ കുറച്ചധികം ലൈവുകളിൽ അവരുടെ ഇണയെ കുറിച്ച്, അവര് ഇപ്പോ തിരഞ്ഞെടുത്ത അവരുടെ പാർട്ട്ണറിനെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം തന്നെ നിഷ്പക്ഷമായി ഖണ്ഡിച്ചുകൊണ്ട് അവരുടെ പാർട്ട്ണർ പുറത്ത് വന്നിട്ടുമുണ്ട്. ആ 2 ലൈവുകളും പുള്ളിക്കാരൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ ആ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനെ എനിക്ക് ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ആ പുള്ളിക്കാരൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ആ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചേ മതിയാകും. ഒരു സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ സംഭവം പബ്ലിക്കിൽ വന്നത് കൊണ്ട് തന്നെ ആ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാതെ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇഷ്ടമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ ദയവ് ചെയ്ത് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോ നജിലയുടെ ലൈവുകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തുടക്കം മുതലേ ആ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളിൽ പിന്നെ അവൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു ലൈഫ്, ഈ ലൈഫിൽ പലതവണ എന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേര് ഈ സ്ത്രീ ഇവരുടെ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ, എന്നോടും പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ സ്ത്രീയോട് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ പുള്ളിക്കാരന് ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയ്ക്ക് സ്വന്തമായി ജോലി ചെയ്യാനായിട്ട് കഴിയില്ല, അവർക്ക് എന്തോ അസുഖമുണ്ട്. അപ്പൊ ആ ഒരു അസുഖത്തിന്റെ പേരിലായിരിക്കാം അവരുടെ ഫാമിലി അവരെ കൊണ്ടുപോയി. സ്വാഭാവികമാണ്, ഇപ്പൊ എനിക്കായിരുന്നാലും എനിക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകും. അല്ലെ, ഇതിപ്പോ എന്റെ വീടായത് കൊണ്ട് തന്നെ എന്റെ കൂടെ ഇവിടെ നിൽക്കും, എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് തന്നുകൊണ്ട് എന്റെ കൂടെ ഇവിടെ നിൽക്കും, സ്വാഭാവികമായിട്ടുള്ള കാര്യം. അപ്പൊ ആ സ്ത്രീക്ക് അവർക്കൊരു രോഗം വന്നപ്പോ ഇവന്റെ വീട്ടിൽ നിർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് ആ മാതാപിതാക്കൾ അവളെ കൊണ്ടുപോയി. അതിനുശേഷം അവരുടെ ലൈഫാണ്, അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഒരു രോഗം വന്നത് കൊണ്ട് അവരെ ഉപേക്ഷിച്ച വ്യക്തി നാളെ നിനക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നിന്നെയും ഉപേക്ഷിക്കാം, ഇല്ല അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിക്കാരനെ വളരെ ഉയർത്തി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ തുടക്കത്തിലേ ഈ പുള്ളിക്കാരന്റെ ഈ ഒരു ദുശീലം, ആ ദുശീലത്തിനെ കുറിച്ച് ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവള് പറയുന്ന ഒരു സരിത എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി, ആ കാര്യം ആ പുള്ളിക്കാരൻ തന്നെ ഇവളോട് പറഞ്ഞിട്ടുള്ളതുമാണ്, ഇവൾക്ക് ആ കാര്യം അറിയാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഗുഡ് ലൈഫ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മതപരമായി ആ ചിട്ടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ജീവിത പങ്കാളിയാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവൂല. ഇവർ ഇപ്പോൾ പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ, ഇവരിപ്പോ പറയുന്നത് അയാൾ ഭയങ്കര കുടിയനായതുകൊണ്ട് ഞാൻ അയാളെ ഉപേക്ഷിക്കുന്നു, അയാളെ കുറിച്ച് മറ്റെന്തെങ്കിലും പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? വേറൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പിന്നുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരൻ ഒരു ഹിന്ദു സ്ത്രീയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഈ വിവാഹബന്ധം എന്ന് പറയുന്നതിന് കോവിലിൽ കൊണ്ടുപോയി താലി കെട്ടി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഭവം ഇവർക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 2 സംഭവങ്ങളും ഇവർ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞാൻ അവനെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സത്യമല്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇവരുടെ ഇണകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പറയുന്നത് കൊണ്ട് യാതൊരു തരത്തിലും ഒരു നീതിയും ഈ സ്ത്രീക്ക് എന്നല്ല ലോകത്തൊരു സ്ത്രീകൾക്കും കിട്ടാൻ പോകുന്നില്ല. കാരണം പബ്ലിക് അല്ല ഇവർക്ക് പങ്കാളിയെ തിരഞ്ഞെടുത്തു കൊടുത്തതും, പബ്ലിക് അല്ല ഇവരെ പങ്കാളികളോടൊപ്പം ജീവിപ്പിക്കുന്നതും, പബ്ലിക് അല്ല ഇവർക്ക് മണിയറ ഒരുക്കി കൊടുത്തിട്ടുള്ളതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി, അതായത് പങ്കാളിക്കുള്ള ലൈംഗിക പ്രശ്നങ്ങൾ, പങ്കാളിയിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, ഇവയ്ക്കൊന്നും തന്നെ സമൂഹം ഉത്തരവാദികൾ അല്ല. കാരണം ഇവർ 32 വയസ്സെങ്ങാണ്ടുള്ള ഒരു സ്ത്രീയാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലൈഫ്, മറ്റു 3 ലൈഫുകൾ തിരഞ്ഞെടുത്ത് ജീവിച്ച്
അതിൽ ജീവിതം പഠിച്ച ഒരു സ്ത്രീ കൂടിയാണ്. എന്നിട്ടും ഇവർക്ക് നാലാമത് ഒരു നല്ല ബന്ധം കണ്ടെത്താനോ അതിൽ നിന്ന് അങ്ങനെ ജീവിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇവിടെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഈ പുള്ളിക്കാരനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ ഈ അടുത്തായിട്ട് 2 ലൈവുകൾ ഇട്ടു. അതിൽ ഒന്നിൽ ബോധമില്ലാതെയാണ് പറയുന്നത് കുറെ കാര്യങ്ങൾ. അത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കേണ്ടുന്ന കാര്യമല്ല. പക്ഷെ ഇന്ന് രാവിലെ പുള്ളിക്കാരൻ വളരെ നോർമലായിട്ട് പിന്നെ വന്നിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഞാൻ എണീറ്റപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പേര് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലൈവ് കണ്ടു. ഇതില് 2-3 കാര്യങ്ങൾ പറയാതെ പോകാൻ എനിക്ക് മനസ്സ് വരാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് അനുഭവമുള്ള ഒരു വ്യക്തി പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നതായിട്ടോ നിങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പറ്റുന്നത് ഒരുപാട് ജീവിതങ്ങളാണ്. അതായത് നിങ്ങളുടെ 3 കുഞ്ഞുങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതം, ഭാവിയിൽ പറയാൻ പറ്റൂല ഇത്രയും നാള് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു അപകീർത്തി ഒരു പക്ഷെ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് കീർത്തിയായി തന്നെ വന്നേക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം പറയുന്നതാണ്. അതായത് പുള്ളിക്കാരൻ ആ ലൈവിൽ പറയുന്ന 3-4-5 പരാമർശങ്ങൾ, അതായത് ഈ കുട്ടികളെ, ഇവരുടെ കുട്ടികളെ എന്നിൽ നിന്ന് അകറ്റരുത് എന്ന് ഈ പുള്ളിക്കാരൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നീ എന്നോട് പിണങ്ങിക്കോ, നീ എന്നോട് വാഗ്വാദം നടത്തിക്കോ, നീ എന്നിൽ നിന്നും പിരിഞ്ഞു പോക്കോ, പക്ഷെ അപ്പോഴും നീ എന്ത് ചെയ്യരുത്, ഈ കുഞ്ഞുങ്ങളെ എന്നിൽ നിന്നും വേർപെടുത്താതിരിക്കുക. അവർക്കൊരു പിതാവിന്റെ സ്നേഹം ഞാൻ കൊടുക്കാം എന്ന് ഈ പുള്ളിക്കാരൻ പറയുന്നു എന്ന് ഈ പുള്ളിക്കാരന്റെ ലൈവിൽ ഇന്ന് കോമൺ ആയിട്ട് അയാൾ ഒരു മദ്യപാനി ആയിട്ടല്ല സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ അവിടെ ആ വ്യക്തിയെ നമുക്കൊരു മനുഷ്യനായി കൺസിഡർ ചെയ്യാം. ഈ പെൺകുട്ടിയെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കോ. കാരണം നമുക്ക് ആ ചില കാര്യങ്ങളിൽ ചില കാരണങ്ങള് നമുക്ക് ഒരുപാട് വൈഷമ്യതകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ 2 ആൺകുട്ടികൾക്ക് ഒരു പിതാവിന്റെ തണൽ ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾ ജീവിക്കുമ്പോൾ എപ്പോഴും പിന്നെ ഉമ്മമാരോട് കൂടുതൽ സ്നേഹം ആൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പോലും പറയുന്നതനുസരിക്കാൻ ഒരു അധിപൻ അവർക്കുണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഒരു കുട്ടികളാണ്. അപ്പോ ആ കുട്ടികൾക്ക് വളരെ സ്നേഹമുള്ള ഒരു പിതാവാണ് ഇയാള് എന്ന് നമുക്ക് ലൈവുകളിലും മറ്റു വീഡിയോസിലും ഒക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ 2 കുട്ടികൾ തമ്മിൽ അടിയുണ്ടായി. എന്തോ ഒരു കത്തി പോലത്തെ എന്തോ ഒരു സാധനം ആ കുട്ടിയുടെ കുറുക്കിൽ വെച്ചിട്ട് പോറിക്കൊടുത്തു. ഇളയ കുട്ടിയുടെ കുറുക്കിൽ വെച്ച് മൂത്ത കുട്ടി പോറിക്കൊടുത്തു. ആ കുട്ടി ഓടി വന്ന് ഞാൻ വാപ്പച്ചിയോട് പറയും എന്ന് പറയുന്ന ആ ഒരു ഇതില് ആ കുട്ടി ഉള്ളാലെ ആ വ്യക്തിയെ സ്വന്തം പിതാവായി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്, അതിന്റെ അർത്ഥ സഹോദരനാണെങ്കിൽ സഹോദരനാണല്ലോ, സഹോദരനാണ് ഈ കുട്ടിയെ പോറിയത്. അപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ എന്നോട് ഈ തെറ്റ് ചെയ്ത എന്റെ സഹോദരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾ എന്റെ വാപ്പച്ചിയാണ് എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ അയാൾ തോന്നിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിതാവ് എന്നുള്ള നിലയിൽ അയാൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. രണ്ടാമത് ഒരു അലിഗേഷൻ ഇവർ തന്നെ പബ്ലിക്കിൽ പറഞ്ഞിട്ടുള്ളത്, ഇവരോട് ഈ പുള്ളിക്കാരൻ ഇതെന്റെ കുഞ്ഞല്ല, ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികം കള്ളൊക്കെ കുടിക്കുന്ന ഒരു വ്യക്തി ഒരു സ്വബോധം പോലും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് ഈ ലോകത്ത് ഒരാളും വില കൊടുക്കൂല, ഒരു കോടതി പോലും വില കൊടുക്കൂല. അയാൾ മദ്യപിച്ച് ചെയ്ത കാര്യത്തിന് കോടതി പോലും വില കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ അയാളോടൊപ്പം ജീവിക്കുന്ന ഈ വ്യക്തിക്ക് അത് പോട്ടെ, നിസാരം എന്ന് കരുതണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു സംഭവം പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇടേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഈ പുള്ളിക്കാരൻ ഇന്ന് ചെയ്ത ലൈവില് വ്യക്തമായി പറയുന്നുണ്ട്, അത് എന്റെ കുഞ്ഞാണ്, അത് എന്റെ കുഞ്ഞാണ്, അത് എന്റെ കുഞ്ഞാണ് എന്ന് പല തവണ പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് നമുക്ക് സ്ത്രീകൾ എവിടെ നിന്ന് ഗർഭം ധരിച്ചാലും
സ്ത്രീ ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതായിരിക്കും ആ കുഞ്ഞിന്റെ ഉപ്പ. ആരെയാണോ ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ചതാണ് നിന്റെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉപ്പ. ഇനി ആ ആള് അത് എതിർത്താൽ പോലും, ഇതെന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞാൽ പോലും സ്ത്രീ പറയുകയാണ് നീയാണ് എന്റെ കുഞ്ഞിന്റെ ഉപ്പ എന്ന് പറഞ്ഞ ആണ്. അതേസമയം ഒരു സ്ത്രീ ഇത് നിന്റെ വാപ്പ അല്ല എന്ന് പറയുമ്പോഴും പബ്ലിക്കിൽ വന്നൊരു വ്യക്തി അത് എന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീയുടെ അഭിമാനത്തിന് പോലും ഭയങ്കരമായ ഹൈപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ആ സ്ത്രീയിൽ ഉണ്ടായ ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണ് എന്നൊരു പുരുഷൻ പറയുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീയെ അത്രത്തോളം ആ പുരുഷൻ ഇഷ്ടപ്പെടുന്നു, അത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നജില പലതവണ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞല്ല എന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞു, അതാണ് ഞാൻ അയാളെ പുറത്താക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ നജിലയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി തൻ്റെതാണ് എന്ന് സ്ഥാപിച്ച് പറയുന്ന ലൈവാണ് ഇന്ന് അയാൾ അത് പ്രൈവറ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട്. സംഭവം അങ്ങനെയാണെങ്കിൽ പോലും പുള്ളിക്കാരൻ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തൻ്റെ കുഞ്ഞാണ്. ഇതിലും വലിയ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്രയും കാലം ഇവരുടെ നേരെ എത്രത്തോളം അപരാധങ്ങൾ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ ആ ഒരൊറ്റ സെന്റൻസ് ഇവളുടെ അപകീർത്തി കീർത്തിയായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ കഴുതയ്ക്ക് ഇല്ല. ഇത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ കഴുതയുടെ തന്തയ്ക്കും തള്ളയ്ക്കും തീരെ ഇല്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ വിജയം. പിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചാൽ നാട്ടുകാരുടെ വിജയം, നാട്ടുകാരുടെ അധോഗതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇനിയും ഈ 4 കുട്ടികൾക്കും പിതാവിനെ തേടി കണ്ടവന്റെ വീട്ടിലേക്ക് ഇവർ ഇരച്ച് കയറും, അതിലൊരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. ഈ പുള്ളിക്കാരി എന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തുഴയാൻ പറ്റൂല. അപകീർത്തി കേട്ടപ്പോ, ഇവരെ കുറിച്ച് അവിഹിതം പറഞ്ഞപ്പോഴാണ്, ഇവരെ കുറിച്ച് അവിഹിതം പറഞ്ഞ ഞാനെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ എവിടെയാണ് അവിഹിതം ഞാൻ പറഞ്ഞത് എന്ന് എനിക്ക് ഇപ്പോഴും ബോധമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എവിടെയാന്ന് പറഞ്ഞു. ഞാൻ ഒരിടത്തും ഇവർക്ക് അവിഹിതം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പുള്ളിക്കാരനുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പബ്ലിക്കിൽ തെളിവുകളോടെ സ്ഥാപിക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സൈലന്റ് ആയി എന്നുള്ളതാണ്. ഒരു വർഷത്തോളം ഇവർക്ക് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല, ഈ സ്ത്രീയെ പൊന്തിച്ച് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, മല്ലിമുളകും, പിന്നെ ഖദീജ, പിന്നെ എന്താ ഷംന, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് പിന്നെ നന്മ മരം കളിച്ചുകൊണ്ടും എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണമേ വേണ്ട, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും മറ്റൊരു പുരുഷനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതും ആ പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണെന്നുള്ളതും ഈ മുസ്ലിം വനിതകൾക്കെല്ലാം അറിയാം. ഇസ്ലാമികളായിട്ടുള്ള ഈ വനിതകൾക്കെല്ലാം അറിയാം. ഇവരെല്ലാവരും ഘോരഘോരം ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുമാണ്. അത് യഥാർത്ഥത്തിൽ അവിഹിതമാണ് എന്നുള്ളത് പോലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജീവിതമാണ്. ഒരു കുട്ടീനെയും കൂടി തന്തയില്ലാതെ ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ള സ്ത്രീകളുടെ ജീവിതം ദുസ്സഹമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള സ്ത്രീകളുടെ ജീവിതവും ജീവനും ഭീഷണിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾ ഇനി എങ്ങനെ ഇല്ല 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 എന്ന് പറഞ്ഞാലും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്താമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പബ്ലിക്കിൽ തെളിയിച്ചു കഴിഞ്ഞു. കാരണം നിങ്ങളുടെ പല വീഡിയോസ് എടുത്താലും നിങ്ങൾക്ക് കുട്ടികളെ വളർത്താൻ സാധിക്കില്ല. കുട്ടികളെ ഞാൻ കൊന്നില്ലല്ലോ, കുട്ടികളെ ഞാൻ ആർക്കും കൊടുത്തില്ലല്ലോ, ഞാൻ എന്റെ കൂടെ ചേർത്ത് തന്നെയല്ലേ വളർത്തുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും
ഈ കുട്ടികളെ നിങ്ങൾക്ക് വളർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വീഡിയോകളിൽ തന്നെ പ്രൂവുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാക്കമാരുടെ, ലോല ഹൃദയന്മാരായ ഇക്കാക്കമാരുടെ വാട്സപ്പുകളിൽ ഒരുപാട് വോയിസുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. നിങ്ങളുടെ പണം താ ഇക്കാക്ക, പണം താ ഇക്കാക്ക, പണം താ ഇക്കാക്ക, എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇക്കാക്ക, ചിക്കൻ കഴിക്കണമെന്ന് പൂതിയുണ്ട് ഇക്കാക്ക, എന്റെ മക്കൾക്ക് ചിക്കൻ കഴിക്കണമെന്ന് പൂതിയുണ്ട് ഇക്കാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വോയിസുകൾ ഓടിക്കളിക്കുന്നത് നിങ്ങൾക്ക് ആ കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ 3 കുട്ടികളെ നോക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഈ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഗർഭിണികളായാലും അവരൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞാനും അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോ നിങ്ങൾക്കതിന് സാധിക്കില്ല, കാരണം നിങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് അവകാശമുള്ള പണമാണ് ആ കുട്ടിയുടെ പിതാവിന്റെ പണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ അത് ആ പുള്ളിക്കാരന്റെ കുഞ്ഞാണ് എന്നുള്ളത്? ആ പുള്ളിക്കാരൻ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പരാതിയായിട്ട് കൊണ്ടുവന്നത്. എന്നാൽ ആ പുള്ളിക്കാരൻ പബ്ലിക്കിന്റെ മുന്നിൽ അത് എന്റെ കുഞ്ഞാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോളെ, നിന്റെ കുഞ്ഞിന് ചെലവിന് കൊടുക്കേണ്ടത് മറ്റ് സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അല്ല, ഈ പുള്ളിക്കാരൻ തന്നെയാണ്. അതായത് അവകാശമുള്ള സമ്പത്ത് വാങ്ങിച്ചു കൊടുക്കുക, ആ കുട്ടിക്ക് ആ പിതാവിന്റെ സംരക്ഷണം ഉറപ്പാക്കുക. അത് നിന്റെ ബാധ്യതയാണ്, നിന്റെ കടമയാണ്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ പുള്ളിക്കാരൻ്റെതാണ് എങ്കിൽ ആ പുള്ളിക്കാരന്റെ സംരക്ഷണവും അധ്വാനവും ഈ കുഞ്ഞിന് സാധ്യമാക്കി കൊടുക്കാൻ നീ ബാധ്യസ്ഥയാണ്. ഈ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കുക. അയാൾ അതിന് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ട് ഈ സ്ത്രീ അയാളെ അകറ്റി നിർത്തുകയും ഈ കുഞ്ഞിന് ആ അവകാശം കൊടുക്കില്ല എന്ന് പറയാൻ ഇവർക്ക് യാതൊരു അധികാരവുമില്ല. ഈ കുഞ്ഞിന് അതിന്റെ പിതാവിന്റെ സംരക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഈ സമൂഹമടക്കം ബാധ്യസ്ഥരാണ്. ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ഇടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തുകളാ, ആ കുഞ്ഞിനെ വേണ്ട, ഷാനിനെ അടിച്ചു പുറത്താക്ക് എന്ന് പറയുന്ന ഇവരാരും തന്നെ കുടുംബത്തോടെ ജീവിക്കുന്ന ആളുകളായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് സ്വന്തം പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തണം, വേണ്ട, പാടില്ല എന്ന് പറയാൻ ലോകത്ത് ഒരു സ്ത്രീക്കും അധികാരമില്ല. ലോകത്ത് ഒരമ്മയ്ക്കും അധികാരമില്ല തന്റെ ഭർത്താവിന്റെ സ്നേഹവും പരിലാളനയും ആ കുഞ്ഞിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ പിതാവിന്റെ ലാളന ആ കുഞ്ഞിന് കൊടുക്കണ്ട എന്ന് പറയാൻ കോടതിക്ക് പോലും അധികാരമില്ല. അതുകൊണ്ട് പൊതുസമൂഹം ഇവിടെ നിന്ന് മാറി നിൽക്കുകയും ഈ കുഞ്ഞിന് അതിന്റെ പിതാവിന്റെ സംരക്ഷണം ഉറപ്പാക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ കുടിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെറിയുകയല്ല. ഈ പുള്ളിക്കാരൻ കുടിയനാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പുള്ളിക്കാരി വയറ്റിൽ ഈ കൊച്ചിനെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് വേണ്ടുന്ന സംരക്ഷണം അയാളിൽ നിന്ന് തന്നെ ഉറപ്പാക്കുക. അയാളുടേതല്ലാത്ത മറ്റു 3 കുട്ടികൾക്കും അയാൾ സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അയാളുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഈ കുട്ടികൾക്കും ഈ ഉമ്മയ്ക്കും അയാൾ സംരക്ഷണം കൊടുത്തു എങ്കിൽ ഇനിയും അയാൾ സംരക്ഷണം കൊടുക്കും. അതുകൊണ്ട് പൊതുസമൂഹം ദയവ് ചെയ്ത് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഇവർക്ക് ജീവിക്കാനുള്ള അനുവാദം കൊടുത്ത് ഇവരിൽ നിന്നും മാറി നിൽക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു കുട്ടി കൂടി പിതാവില്ലാതെ നടുത്തെരുവിൽ വരികയും ഈ കൊച്ചിന് ഇനി വാപ്പയെ അന്വേഷിച്ച് മറ്റ് സ്ത്രീകളുടെ ബെഡ്റൂമിലേക്ക് ഈ സ്ത്രീ ഇരച്ചു കയറുകയും ചെയ്യും. അങ്ങനെ ഒരവസരം ഇനി ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് താഴ്മയായിട്ട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്.